ആദ്യം ഈ ഉളുപ്പില്ലാത്ത വർഗം എന്തെല്ലാം വൃത്തികേടാണ് കേരളത്തിൽ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ കയറിയ ഉടനെ ബെക്കാഡിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മൂന്തുക. എത്ര കോടിയാണ് മൂന്തിയത് ഉളുപ്പില്ലാത്ത വർഗം? എന്നിട്ട് നിയമസഭ പാസ്സായിക്കൊണ്ട് പോയല്ലോ ഉളുപ്പില്ലാത്തവന്മാര്. ഉപയോഗിച്ച വാക്ക് എന്താണ്? അത് അത്ര ചർച്ചയിൽ ഞാൻ തുടരണോന്ന് തീരുമാനിക്കണമെങ്കിൽ ബാക്കി പറയാം. ആര്യ ഉളുപ്പില്ലാത്ത വർഗം എന്നൊരു പ്രയോഗം ഞങ്ങൾക്കെതിരെ നടത്തിയപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. നിങ്ങൾ എന്നെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചതാണ്. നിങ്ങൾ വിട്ടുവീഴ്ചയില്ല. ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ സൗകര്യപ്പെടുകയല്ല. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണ്ട. ശ്രീ രാജു പി നായർ, നേരത്തെ CPM പ്രതിനിധി ശ്രീ അനിൽകുമാർ ഉന്നയിച്ചത് മംഗളൂരുവിലേക്ക് VD സതീശൻ പോയതും അദാനി പ്രതിനിധികളെയൊക്കെ കണ്ടു. അത് മാത്രമല്ല, കേരളത്തിൽ വോട്ട് എണ്ണുന്നതിന് മുൻപ് UDF അധികാരത്തിൽ വരുമെന്നും VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നും അദ്ദേഹം തന്നെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നും അദാനിക്ക് അറിയാം, മുസ്ലിം ലീഗിന് അറിയാമെന്നൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് ഞാൻ ഇതെന്തും മറുപടി പറയാനെന്ന് എനിക്കറിയില്ല. ശ്രീ അനിൽകുമാർ ഇതിനെ സംബന്ധിച്ച് എവിടേക്കൊക്കെയാണ് പോയത്? മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് മുതൽ ലീഗിൻ്റെ മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി. എന്തായാലും ഇദ്ദേഹം പറയുന്നതനുസരിച്ച് അവർക്കൊക്കെ അറിയാമായിരുന്നു. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാമായിരുന്നു. അറിയാതിരുന്നു പോയത് അനിൽകുമാറിനെ പോലെ ചില ആൾക്കാർക്കാണ്. ഇപ്പം അനിൽകുമാറിൻ്റെ ജില്ലയിൽ നിന്ന് വരുന്ന മറ്റൊരു നമ്മുടെ ഒരു യുവ നേതാവുണ്ട്, പുതുപ്പള്ളിയിലൊക്കെ മത്സരിച്ച യുവ നേതാവ്. അദ്ദേഹത്തിന് പോലും 100 സീറ്റ് ജയിക്കുമെന്ന് അറിയാമായിരുന്നു എന്നാണ് മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഈ അടുത്ത് വെളിപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെ പോയത് ഇവർ മാത്രമേ ഉള്ളൂ. അതിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവിന് ഈ വിഷയം അസംബ്ലിയിൽ വന്നപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി അവർ സർക്കാരിൻ്റെ മറുപടി അംഗീകരിക്കുകയല്ലേ ചെയ്തത്. സർക്കാരിൻ്റെ മറുപടി അംഗീകരിക്കരുത്. വേറൊരു വിഷയത്തിൽ എഴുതാൻ ഒന്ന് എഴുന്നിട്ട് സംസാരിക്കല്ലോ പി, എന്തെങ്കിലും ഒന്ന് പറയല്ലോ പി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തി. പരിതാപകരമായ ഒരു പ്രതിപക്ഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. പക്ഷെ പരിതാപകരമായ പ്രതിപക്ഷം. അത് മാത്രമല്ല, ദേശാഭിമാനി ആഘോഷിക്കുകയായിരുന്നില്ലേ ഈ വാർത്ത പുറത്തു വന്നപ്പോഴത്തേക്ക് സർക്കാരിൻ്റെ ദീർഘവീക്ഷണം ദേശാഭിമാനി ആഘോഷിച്ചതല്ലേ. ഈ അനിൽകുമാറിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാണ്? ഞാൻ അശക്തനാണ് എന്ന് മാത്രമേ പറയുന്നു. പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം പറയാണ് ഇവരപ്പോൾ സ്ഥിരമായിട്ട് പറയുന്നത് ഉമ്മൻചാണ്ടി കല്ലിട്ടത് മാത്രമേ ഉള്ളൂ. 2015-ലാണ് നമുക്ക് പ്രസന്റ് ടെൻസിലേക്ക് വരാൻ തോന്നുന്നു. ആളുകളും അതായിരിക്കുമല്ലോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ചരിത്രത്തിലേക്ക് അധികം ഞാൻ അതിലേക്ക് തന്നെ വരുന്നുള്ളൂ. ഞാൻ അതിലേക്ക്, പക്ഷേ ഇതിനോട് കണക്റ്റഡ് ആയതുകൊണ്ട് മാത്രം പറയാം. 2015-ലാണ് ഒരു ഒപ്പിട്ടത്. അതിനുശേഷം ഉമ്മൻചാണ്ടി കല്ല് മാത്രമേ ഇട്ടുള്ളൂ. എന്നാൽ പിന്നെ അതങ്ങ് മാറ്റായിരുന്നില്ലേ? നിങ്ങളങ്ങോട്ട് 2016 ഏപ്രിൽ ആയപ്പോഴത്തേക്ക് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അധികാരത്തിലേക്ക് വന്നല്ലോ. അന്നങ്ങ് മാറ്റായിരുന്നില്ലേ? അതങ്ങ് മാറ്റിയിട്ട് വേറൊരു എഗ്രിമെൻ്റ് അങ്ങ് ഉണ്ടാക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പറ്റിയില്ല? ആ എഗ്രിമെൻ്റ് ഉടച്ചു വാർക്കെന്ന് പറഞ്ഞവരല്ലേ. 10 വർഷം കടൽ കൊള്ള എന്ന് പറഞ്ഞ വാക്കും ദേശാഭിമാനിയുടെ പത്രവും ഫ്രീസറിനകത്ത് വെച്ചവർ ഇപ്പോൾ 11ാമത്തെ വർഷമോ കടൽ കൊള്ളയായിട്ട് ഇറങ്ങിയിരിക്കുക. നാണോ ഉളുപ്പുണ്ടോ? നിങ്ങളെ ഈ കേരളം വിശ്വസിക്കാത്തതിൻ്റെ കാര്യം ഇതല്ലേ? എന്തെങ്കിലും നിലപാട്, ഒരു നിലപാടുണ്ടോ? ഒരു നിലപാടുമില്ലാത്ത വെറും ഒരു അധപ്പതിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് CPM മാറി. ഇതിനപ്പുറം ഇതെന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നം ഈ സർക്കാരിനെ പ്രയറായിട്ട് അറിയിച്ചില്ല. അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ ഒന്നും കടന്നിട്ടില്ല. ആര്യ സാമാന്യ ബുദ്ധി വെച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 13,000 ചില്ലാനം കോടി രൂപയുടെ ഈ രാജ്യത്ത് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ജയൻ്റ് ആയിട്ടുള്ള ഇവരായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്, അദാനിയായിട്ട് എഗ്രിമെൻറ്റ് 40 ദിവസം കൊണ്ടുണ്ടാവുന്ന എഗ്രിമെൻറ്റാ ആണോ? 40 ദിവസം കൊണ്ടാണോ അങ്ങനത്തെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുക? ഒരു ഡീല് നടക്കുക, സെബി അറിയിക്കുന്ന ഒരു ഡീല് നടക്കുക. എത്ര നാളെടുത്തിട്ടുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്ക്. വിഴിഞ്ഞം പോർട്ടിലുള്ള ട്രാഫിക്കിൻ്റെ ഡാറ്റ മുതൽ അതിൻ്റെ ക്രിട്ടിക്കൽ ഡാറ്റ ഉൾപ്പെടെ MSCയുടെ കയ്യിലെത്തിയതിനു ശേഷം അവരുടെ പഠനവും എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ ഡീല് നടന്നിരിക്കുന്നത്? 40 ദിവസം കൊണ്ടാണോ? അനിൽകുമാർ പറയണം പിണറായി വിജയന് ഇതിനകത്തുള്ള പങ്കെന്താന്ന് പറയണം. ഈ 6 മാസത്തിന് മേലെ എങ്കിലും ഒരു ചുരുങ്ങിയ പക്ഷം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നടക്കുന്ന ചർച്ചയിൽ ആ സർക്കാരിനെ, കേരള സർക്കാരിനെ പ്രയറായിട്ട് അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോഴാണ് അദാനിയും ഈ MSCയുമായിട്ടുള്ള ഡീലിൻ്റെ എല്ലാം പ്രയറായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. 40 ദിവസം കൊണ്ട് നടക്കുന്ന ഡീലല്ല. പിണറായി വിജയൻ്റെ അധികാരത്തിൽ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ക്രിട്ടിക്കൽ ഡാറ്റ ഉൾപ്പെടെ MSCക്ക് കൊടുത്തപ്പോൾ എവിടെയായിരുന്നു? നിങ്ങൾ അറിയുകയാണോ കൊടുത്തത്? മാരിടൈം ബോർഡുണ്ട്, കേരള മാരിടൈം ബോർഡുണ്ട്. മാരിടൈം ബോർഡിന് ഉൾപ്പെടെ അവിടെ വന്ന കണക്ക് പോലും ഇല്ല. അറിയോ? അവർക്ക് 50 കോടി രൂപ കേരള മാരിടൈം ബോർഡിന് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പണമുണ്ട്. ആ പണം കിട്ടിയിട്ടില്ല. മാരിടൈം ബോർഡ് ഒരു കുന്തു അറിഞ്ഞിട്ടില്ല. അവിടെ എത്ര ഷിപ്പ് വന്നു എന്ന് അദാനി പറയുമ്പോഴാണ് നമ്മൾ അറിയണത്. എന്തെങ്കിലും സർവേലൻസ് അവിടെ ഉണ്ടോ? എന്നിട്ട് വെറുതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അനിൽകുമാറെ, ആ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമല്ലേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അതിൻ്റെ ഗേറ്റ് തുറക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ?
എവിടെയാ അതിന്റെ നമ്മുടെ റെയിൽ കണക്ടിവിറ്റി? എവിടെയാ റോഡ് കണക്ടിവിറ്റി? സ്ഥലം പോലും 10 വർഷമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ സ്വന്തം വിഴിഞ്ഞമായിട്ട് കൊണ്ട് നടക്കാൻ പോവാ ഉളുപ്പൊന്നുമില്ലാത്ത വർഗം ഇല്ലേ? അവിടെ നിന്ന് ഒരു റെയിൽ കണക്ടിവിറ്റിക്ക് 10 വർഷമായിട്ട് സ്ഥലം എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തുടങ്ങാൻ പോകുന്നത്. അതിന് റോഡ് കണക്ടിവിറ്റി കൊടുത്തിട്ടില്ല. അവിടെ വെറുതെ ഇരിക്കപ്പെട്ടങ്ങളെ പോലെ അദാനിക്ക് വേണ്ടിയുള്ള 49 കോടിയും അത് ഒഴിവാക്കി അവർക്ക് വേണ്ടി വിടുപണി ചെയ്തു. എന്നിട്ട് ഇപ്പോ VD സതീശന്റെ മേത്തേക്ക് കയറാൻ നടക്കുക. ഒരു സാമാന്യ ബുദ്ധിയോടുകൂടിയുള്ള രാഷ്ട്രീയം പറയും അനിൽകുമാർ. ശ്രീ കെ അനിൽകുമാർ, ഇപ്പൊ ഇവിടുത്തെ സ്വാഭാവികമായും താങ്കൾക്ക് ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടാകും, അതെനിക്കറിയാം. എന്നാലും എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ദേശാഭിമാനി ആദ്യത്തെ ദിവസം ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, ഈ വമ്പൻ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യത്തെ ദിവസം ദേശാഭിമാനി എഴുതിയ ലേഖനം, അതും സ്വന്തം ലേഖകനാണ് എഴുതിയത്, അത് നമ്മുടെ മുന്നിലുണ്ട്. അത് പാർട്ടി പത്രത്തിന് തെറ്റുപറ്റിപ്പോയതാണോ? ദീർഘവീക്ഷണം, ഇടതുപക്ഷത്തിന് ദീർഘവീക്ഷണം എന്നുള്ളതായിരുന്നു അതിന്റെ തലക്കെട്ട്. അതൊന്ന്. രണ്ട്, കഴിഞ്ഞ ദിവസം VN വാസവൻ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലിട്ടതിൽ ഒരു കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. MSCയുമായും അദാനിയുടെ CEOയുമായും കോൺക്ലേവിൽ വെച്ച് സംസാരിച്ചിരുന്ന ഇടതുപക്ഷം എന്ന കാര്യം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ രാജു പി നായർ ചോദിക്കുന്നത് പോലെ ഒരൊറ്റ ദിവസം കൊണ്ട്, അധികാരത്തിൽ വന്ന 40 ദിവസമാകുന്നുള്ളൂ UDF സർക്കാർ, ആ 40 ദിവസം കൊണ്ട് ഈ ഒരു കരാറിലേക്കൊക്കെ എത്താൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ? ആദ്യം ഈ ഉളുപ്പില്ലാത്ത വർഗം എന്തെല്ലാം വൃത്തികേടാണ് കേരളത്തിൽ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ കയറിയ ഉടനെ ബെക്കാഡിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മൂന്തുക. എത്ര കോടിയാണ് മൂന്തിയത് ഉളുപ്പില്ലാത്ത വർഗം? എന്നിട്ട് നിയമസഭ പാസ്സായിക്കൊണ്ട് പോയല്ലോ ഉളുപ്പില്ലാത്തവന്മാർ. അല്ലല്ല, എന്തുവാക്ക എത്ര കോടിയാ മൂന്തിയത്? 600 കോടി. രണ്ടുപേരോടും ശ്രീ രാജു പി നായരോടും ശ്രീ കെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നമ്മളെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അത് ആളുകൾ കേൾക്കുകയാണ്. ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. അല്ലല്ല ആര്യ, ഇതൊന്ന് വ്യക്തമാക്കും. ഉളുപ്പില്ലാത്ത വർഗം എന്ന പ്രയോഗം ഇവിടെ നടത്തിയത് ഞാനല്ല. അല്ലല്ല, അല്ല ആര്യയോട് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്താണ്? ആര്യക്ക് പറയാൻ പറ്റുമോ? ഒരു സെക്കൻഡ്, ആര്യക്ക് പറയാൻ ആര്യ അതിനകത്ത് പറയണം. ഈ ചർച്ചയിൽ ഞാൻ തുടരണോന്ന് തീരുമാനിക്കണമെങ്കിൽ ആര്യ അതിനകത്ത് ബാക്കി പറയാം. ആര്യ ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ വിളിക്കരുത്. ആര്യ ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ വിളിക്കരുത്. വാക്കാണ് ഉപയോഗിച്ചത്. ഞങ്ങൾക്ക് വേറെ പണിയുള്ളവരാണ്, ഇങ്ങനെയുള്ള ചർച്ചയ്ക്ക് വിളിക്കരുത്. ഉളുപ്പില്ലാത്ത വർഗം എന്ന പ്രയോഗത്തിന്റെ മറുപടിയാണ്. അല്ല ആര്യ, അദ്ദേഹം ഉളുപ്പില്ലാത്ത വർഗം എന്ന പ്രയോഗത്തിന്റെ മറുപടിയാണ്. ബെക്കാഡിയിൽ നിന്ന് ഉളുപ്പില്ലാത്ത വർഗം വാങ്ങി മൂന്നിയത് വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. വാക്ക് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടാ തെറി പറഞ്ഞ് ചർച്ച നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആര്യ, തെറി പറഞ്ഞ് ചർച്ച നടത്താൻ ഞാനില്ല, എനിക്ക് പറ്റില്ല. മനസ്സിലായി? എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? ശ്രീ അനിൽകുമാർ, ഇപ്പൊ ഉളുപ്പ് എന്നുള്ള ഞാൻ ഈ ചർച്ചയിൽ നിന്ന് മാറാൻ അനിൽകുമാറിന്റെ ഒപ്പം ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറല്ല. ദയവായി സഹകരിക്കണം രണ്ടുപേരും. നമുക്ക് നല്ല രീതിയിൽ സഭ്യമായ ഭാഷയിൽ മുന്നോട്ട് പോകാം. മാത്രമേ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുകയുള്ളൂ. അല്ല, ആ രണ്ടുപേരും കൈവച്ചത് ഞാനിവിടെ വന്നിരിക്കുന്നത് ഉളുപ്പില്ലാത്ത വർഗം എന്ന പ്രയോഗം എന്റെ നേരെ പ്രയോഗിച്ചു. ആ ഉളുപ്പ് കെട്ട വർഗത്തോട് പറയാണ്. നിങ്ങൾ ഉപയോഗിച്ച വാക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കായിരിക്കാം, പക്ഷെ എന്നോട് ഉപയോഗിക്കരുത്. ആളുകൾ കാണാണ്. രണ്ടുപേരോടും നമുക്ക് സഭ്യമായ ഭാഷയിൽ സംസാരിച്ച് ഞാൻ ക്ലിയർ ആട്ടെ. ആര്യ ഒരു ആങ്കറാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ കാണുന്ന ചർച്ചയിൽ അസഭ്യം പറഞ്ഞിട്ട് ആ അസഭ്യം തിരുത്താൻ ആര്യക്ക് തയ്യാറല്ലെങ്കിൽ അനിൽകുമാറിനോട് ചർച്ചയിൽ നിന്ന് പുറത്തു പോകാൻ പറയണം. അത് നിങ്ങൾ പറയാത്തതുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഒരു സെക്കൻഡ്. ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് നമുക്ക് ജനാധിപത്യ രീതിയിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല ആളുകൾ കേൾക്കുകയാണല്ലോ, എല്ലാവരെയും കേൾക്കുകയാണല്ലോ. നിങ്ങൾക്കൊക്കെ എന്നെക്കാട്ടും എത്രയോ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാക്കളാണ് നിങ്ങൾ രണ്ടുപേരും. നല്ല ഭാഷയിൽ സംസാരിക്കാമല്ലോ ഈ വിഷയം. അല്ല, ആ രണ്ടുപേരും നമുക്ക് ആര്യ ഉളുപ്പില്ലാത്ത വർഗം എന്നൊരു പ്രയോഗം ഞങ്ങൾക്കെതിരെ നടത്തിയപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. നിങ്ങൾ എന്നെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചതാണ്. നിങ്ങൾ
അത് 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 വിട്ടുവീഴ്ചയില്ല. ശ്രീ രാജു പി നായർ ദയവായി സഹകരിക്കണമെന്ന് മാത്രമേ ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ സൗകര്യപ്പെടുകയല്ല. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണ്ട, ഇത്തരക്കാരോടുള്ള ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കണ്ട, ഞങ്ങൾക്ക് സൗകര്യപ്പെടുകയല്ല. ശരി, അദ്ദേഹം എന്തായാലും എണീറ്റ് പോയി. ശ്രീ രാജു പി നായർ എന്തായാലും ഈ ചർച്ചയുടെ ഭാഗമല്ല. ഇനി താങ്കൾക്ക് തുടരാം. അദാനിയുടെ വിമാനക്കൂലി, അതെ, അദാനിയുടെ വിമാനക്കൂലിയെ കുറിച്ച് ഞാൻ നേരത്തെ ചോദിച്ചു. എങ്ങനെയാണ് രാശിവെച്ച് അറിയാൻ പറ്റുമോ കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശനാകുമെന്ന്? വർഗം നോക്കൂ, അദ്ദേഹം പോയി. പറയുന്ന ആദ്യം ഒന്ന് കേക്ക്. ശരി, താങ്കൾ ഈ മറുപടി ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ പറയേണ്ട ആൾ ഈ ചർച്ചയുടെ ഭാഗമല്ല. ഇനി ശ്രീ രാജു പി നായർ ഈ ചർച്ചയുടെ ഭാഗമല്ല. ഇനിയെങ്കിലും നമുക്ക് നല്ല ഭാഷ ഉപയോഗിച്ച് ചർച്ച ചെയ്യാം. ഞാൻ ഒന്നാമതൊരു കാര്യം പറയാം. നല്ല ഭാഷയിലാണ് ഞങ്ങൾ വർത്തമാനം പറയാറുള്ളത്. അതെ, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ 10 കൊല്ലം അന്തസ്സായി ഭരിച്ച ഞങ്ങളുടെ മേലെ വൃത്തികെട്ട വർത്തമാനമായിട്ട് കോൺഗ്രസ്സുകാർ വന്നാൽ അത് കേട്ടോണ്ടിരിക്കാൻ സൗകര്യപ്പെടുകയല്ല. ശരി, നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് വർത്തമാനം പറയാൻ അവരോട് പറയണം. ഉളുപ്പില്ലാത്തൊരു വർഗമെന്ന് ഞങ്ങളെ വിളിച്ചാൽ ഞാൻ കേട്ടോണ്ട് വീട്ടിൽ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? വിമാനക്കൂലി അദാനിയെ കൊണ്ട് കൊടുപ്പിച്ചൊരു മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നു. ആ വിമാനക്കൂലി ആരാ കൊടുത്തതെന്ന് ആർക്കറിയാവോ? കോൺഗ്രസ്സുകാർ മറുപടി പറഞ്ഞോ? ഇത് കൈക്കൂലിയായിട്ട് അദാനിയുടെ നിന്ന് വാങ്ങിച്ചിട്ട് വിമാനത്തെ യാത്ര ചെയ്തിട്ട് കേരളത്തെ വിറ്റ് തിന്ന ഉളുപ്പില്ലാത്തൊരു വർഗം. ആ ഉളുപ്പില്ലാത്ത വർഗം വന്ന് MSC കമ്പനിയായിട്ട് അദാനിയുടെയൊക്കെ കരാർ അറിഞ്ഞിട്ട് അത് മൂടി വെച്ചിട്ട് ഇവിടെ ഞങ്ങൾക്കെതിരെ കെട്ടുകഥ പറയുകയാണ്. ഇപ്പം എന്താ ഇവിടെ എഴുന്നള്ളിച്ചിട്ട് പോയത്, പറഞ്ഞിട്ട് പോയത്? അവിടെ വരുന്ന കപ്പലിൻ്റെ വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താ ഉമ്മൻചാണ്ടിയുടെ കരാറിലുള്ളത്? നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കരാറിലേക്ക് പോകാതെ ഈ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപം എന്ന് നിങ്ങളുടെ പാർട്ടി പത്രമല്ലേ എഴുതിയത്? ഞാൻ മറുപടി പറയല്ലേ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ കേൾക്കാൻ സൗകര്യപ്പെടുകയല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, വിഴിഞ്ഞത്ത് നടക്കുന്ന ഓപ്പറേഷന്റെ ചുമതല അദാനിക്കാണ്, കേരള സർക്കാരിനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. രാജു പി നായർ ഞങ്ങളെ ഭർഷിച്ചപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാണോ? അവിടെ നടക്കുന്ന മുഴുവൻ ഓപ്പറേഷനും അദാനിയുടെ നിയന്ത്രണത്തിലാണ്, നിങ്ങൾക്ക് അറിയില്ലേ? അതല്ലേ കരാറ്? അത് പ്രകാരം കേരള സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണോ കപ്പലെണ്ണാൻ നിൽക്കുന്നത്? അത് MSCയുടെ കപ്പൽ വന്നോ വേറെ കപ്പൽ വന്നോ തീരുമാനിക്കേണ്ടത് അവരാണ്. കപ്പലെല്ലാം വന്നു പോയാൽ അദാനി MSC നടക്കുന്ന തമ്മിലുള്ള എല്ലാ ചർച്ചയും കേരളം അറിഞ്ഞിരിക്കണോ? എന്നിട്ട് പിണറായി വിജയൻ അറിഞ്ഞു എന്ന് ഇവിടെ കള്ളം പറഞ്ഞിട്ട് പോയില്ലേ? അന്നേരം നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. നിങ്ങളാദ്യം ഈ വസ്തുത മനസ്സിലാക്കണം. ഒരു കരാർ ഉമ്മൻചാണ്ടി ഉണ്ടാക്കി. ആ കരാറിൽ 25% കൂടുതൽ ഓഹരി വിൽക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. അത് ലംഘിച്ചു. അതാണ് KC വേണുഗോപാൽ ചോദിച്ചത്. അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൂടി എൻ്റെ നേരെയാ. അതിന് ഉത്തരം ഞാൻ പറയേണ്ടത്, CPM പറയേണ്ടത്. വിദേശ നിക്ഷേപം വരുന്നു എന്ന് പറയുമ്പോൾ നിക്ഷേപം വരുന്നത് നല്ലതെന്ന് ഞങ്ങൾ പറയും. പക്ഷേ വരുന്നത് വിദേശ നിക്ഷേപമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കച്ചവടം വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതല്ലേ വസ്തുത. ദേശാഭിമാനിൽ എന്താ എഴുതിയത്? LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപം. MSC കമ്പനി അവിടെ ഉണ്ടായില്ലേ? സംശയം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കുകയും വിഴിഞ്ഞം കോൺക്ലേവ് നടത്തുകയും വിഴിഞ്ഞം വികസനത്തിന് നടപടി സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായ കോൺക്ലേവിൽ വിവിധ കമ്പനികൾ വന്നപ്പോൾ നിക്ഷേപിക്കും ഞങ്ങൾ പറഞ്ഞു. അതനുസരിച്ച് നിക്ഷേപിക്കാൻ പോകുന്നു ഒരു കമ്പനി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ സ്വാഭാവികമായും നിക്ഷേപിക്കാൻ വന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇത് ഇത്ര പെട്ടെന്ന് കച്ചവടമാകും ഞങ്ങൾ വിചാരിച്ചില്ല. അത് ദേശാഭിമാനി വാർത്തപ്പെടുത്തപ്പോൾ സ്വാഭാവികമായും അത് കച്ചവടമാണ് എന്ന് ധരിക്കാതെ നിക്ഷേപം തെറ്റിദ്ധരിച്ചു. ആദ്യ അവസരത്തിൽ തന്നെ നിക്ഷേപമാണെന്ന് മനസ്സിലായ അല്ല എന്ന് മനസ്സിലാക്കി ആവശ്യപ്പെടുന്നു. സെബിക്ക് കത്ത് കൊടുക്കണം. അദാനി ഇപ്പൊ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കളവായിട്ടാണ്, കേരള സർക്കാരിന് അനുമതി ഇല്ലാതെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അദാനിയും അതുപോലെ തന്നെ അപ്പുറത്ത് MSCയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് വോയിഡ് അബ് ഇഷ്യൂ ആണ്. മുൻകൂർ അനുമതി ഇല്ലാത്ത കൊണ്ട് വോയിഡ് അബ് ഇഷ്യൂ ആണ്. മുൻകൂർ അനുമതി ഇല്ല, ഇതാണ് പ്രശ്നം. മുൻകൂർ അനുമതി ഇല്ലാത്തതുകൊണ്ട് അത് നിലനിൽക്കത്തില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ നാക്കെവിടെ പോയി സതീശന്? വലിയ വർത്തമാനം പറയുന്ന സതീശന് നാക്കെവിടെ പോയി? ചുമ്മാ പ്രേമലേഖനം അയച്ചാൽ മതിയോ? ഈ കരാർ നിലനിൽക്കത്തില്ല എന്ന് സെബി അറിയിച്ചോ? അത് പ്രകാരം ഓഹരി കൈമാറ്റം നടക്കില്ല എന്നവരെ അറിയിച്ചോ? അത് അറിയിക്കാൻ അവരോട് പറയുന്നതിന് പകരം ഞങ്ങളുടെ വിലക്കാരൻ വന്നാലോ? ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം നിങ്ങൾ മാതൃഭൂമി ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങളെ ആക്രമിക്കുക, ഞങ്ങളുടെ നേതാക്കന്മാരെ പടസിക്കുക, ഞങ്ങളെന്തോ വലിയ തെറ്റ് ചെയ്തവർ, ഈ വിഴിഞ്ഞ ഉണ്ടാക്കിയവർ,
ഉണ്ടാക്കി ഞങ്ങൾ തെറ്റ് ചെയ്തവർ. പിന്നെ ആരാ ശരിയെല്ലാം ചെയ്തത്? കല്ലിട്ടിട്ട് പോയ ആളുകളോ അതിന് വിമോചന സമരം നടത്തിയവരോ? ഇതെല്ലാം കേട്ടോണ്ടിരിക്കണോ? ഏത് സംസ്കൃതം, ഏത് ഭാഷ ഇത്? ശരി, ഉളുപ്പില്ലാത്ത വർഗമോ? ആരെ, ഞങ്ങളോ? ശരി. അതുകൊണ്ട് ഞാനൊരു അതൊന്നും വേണ്ട. നല്ല ചർച്ചയാണ് അത് കേൾക്കാൻ ആഗ്രഹിച്ചത്. വേണ്ടി ഞങ്ങളെ എന്തായാലും ഇപ്പൊ അത് വിളിക്കാൻ നടക്കും വേണ്ട. തോന്നില്ല.